ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ പെരുന്നാളൊക്കെയാണല്ലോ. അപ്പോൾ പെരുന്നാളിൻ്റെ മൈലാഞ്ചിടലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഫിത്ർ സക്കാത്തിൻ്റെ അരിയൊക്കെ കൊണ്ടുപോകാണ്ട്. അപ്പോൾ അത് കൊണ്ടുപോയി എടുക്കുകയാണ്. ഷിഫോൻസനും കൂടി കൊണ്ടുപോയി എടുക്കണം അടുത്തുള്ള വീട്ടിലേക്കൊക്കെ. അതൊക്കെ കഴിഞ്ഞാണ്ട് പിന്നെ ഒരു 11 മണി 12 മണി കഴിക്കണം കേട്ടോ. മൈലാഞ്ചിടലൊക്കെ കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞ് രാവിലേക്കൊക്കെ വെള്ളം ഉണ്ടാക്കാണ്ടിരുന്ന് എല്ലാവരും വരും. പോൽക്കൊക്കെ വെള്ളം ഉണ്ടാക്കാണ്ടിരുന്നു. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാനുള്ള വെള്ളമായതുകൊണ്ട് നമ്മൾ തലേന്ന് തന്നെ പാലൊക്കെ തിളപ്പിച്ച് അതിലേക്കുള്ള സാധനങ്ങളൊക്കെ തിളപ്പിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതിനുള്ള പരിപാടികളാണ്. കുറേ പാലുള്ളതുകൊണ്ട് കുറേ ടൈം പിടിച്ചിരിക്കണം കേട്ടോ തിളച്ചതൊക്കെ. അങ്ങനെ നോമ്പുറക്കണേക്കൊന്ന് പത്തിരിയും ചിക്കൻ കറിയൊക്കെയാണ്. അപ്പോൾ അത് നോമ്പുറക്കാൻ നേരത്ത് ആരും കഴിച്ചില്ല കേട്ടോ. അപ്പോൾ മാസം കണ്ടറിയണ്ട. അപ്പോൾ എല്ലാവരും വന്നിരുന്നു. അപ്പോൾ കഴിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ പിന്നെ കുറച്ച് നേരം കഴിച്ച് പിന്നെ അത് സുബൈക്ക് 6 മണിക്കുള്ള പരിപാടികളാണ് കേട്ടോ. അപ്പോൾ ചിക്കനും അതിലേക്കുള്ള സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് മാറ്റി വെക്കണം. അത് കുഴച്ച് വെക്കാനുണ്ട്. അപ്പം കുഞ്ഞിപ്പോൾ പള്ളിക്കൊക്കെ 8 മണിക്കാണ് നിസ്കാരം തന്നെ. അപ്പോൾ പള്ളിക്കൊക്കെ പോകാനുള്ള ഷർട്ട് ഇസ്തിരി ഇടുകയാണ്. അപ്പോൾ എന്നോട് ഇസ്തിരി ഇടാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് വീഡിയോ എടുക്കേണ്ടതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ ഇട്ടുതരാൻ അങ്ങനെ ഇടുകയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു കിച്ചണിക്ക് പോയപ്പം ഇമ്മാക്ക് ബിരിയാണി ചിക്കനൊന്നും പറ്റൂല. അപ്പം ഉമ്മാക്ക് എന്നും എല്ലാ പെരുന്നാൾക്കും ആടാണ് കൊണ്ടുവരല്. പ്രാവശ്യം പറഞ്ഞ ആട് വേണ്ട, ബീഫ് മതി പറഞ്ഞപ്പം ബീഫ് കൊണ്ടുവന്നാണ്. ബീഫ് വരട്ടനുണ്ട്, സാദാ ചോറും ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഫ്രിഡ്ജിൽ നിന്നെല്ലാം ഉണ്ടാക്കി വെച്ചിരുന്നല്ലോ. അപ്പോൾ അത് ഞാൻ റെഡി ആയിന്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് മാറ്റിക്കാണ്ട് ഞാൻ ഫ്രീസറിലൊക്കെ ആയിരുന്നു വെച്ചിരുന്നത്. അപ്പം ചൂടുള്ള സാധനം, തിളപ്പിച്ച സാധനമായതുകൊണ്ട് ഭയങ്കര പണി ഉണ്ടായിരുന്നു കേട്ടോ. ഇത് തണുപ്പായി കിട്ടാൻ. അപ്പോൾ ഞാൻ നേരെ ഫ്രീസർക്ക് കയറ്റി. അപ്പോൾ അതിലേക്കുള്ള സാധനങ്ങളൊക്കെ ഇട്ട് അതൊന്ന് സെറ്റാക്കി വെക്കണം. അപ്പോൾ പള്ളി തിരിഞ്ഞ് കഴിഞ്ഞ് വന്നാൽ ഓരോരുത്തരിങ്ങനെ വരലെടുത്തു. ആണുങ്ങളൊക്കെ ഭാവന കാണാൻ വേണ്ടിയിട്ട് ഓരോരുത്തരിങ്ങനെ വരും. അപ്പോഴത്തേന് ഇതിനൊന്നും കൂടി തണുപ്പിക്കണം. അപ്പോൾ ഞാൻ ആദ്യം ചിക്കന് പുറത്തൊക്കെ ഇട്ടിട്ടുണ്ട്. ആദ്യം നിന്നത് ഞാൻ ഈ പണിക്കാണ് കേട്ടോ. ഇതിൽ വരുമ്പോഴത്തേനും ഓരോരുത്തർക്ക് കൊടുക്കേണ്ടി വരില്ല ക്ലാസ്. അപ്പോൾ ഞാൻ ഇതിനാണ് ആദ്യം നിന്നത്. അതിന് ശേഷമാണ് ഞാൻ മറ്റുന്നത്. അങ്ങനെ പിന്നെ താത്താരൊക്കെ വന്നു. വന്നു പിന്നെ ചിക്കൻ ഇതൊക്കെ മസാല പിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ അടുപ്പത്ത് വെച്ച് ചെയ്തിരിക്കണം കേട്ടോ. അപ്പോൾ ചൂടായി ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തേനും കുട്ടികളൊക്കെ മാറ്റി വന്ന്. പിന്നെ കുട്ടികളെ പള്ളിക്കൊക്കെ പോയാലൊക്കെ മാറ്റി വന്നതാണ്. അപ്പോഴത്തേനും ഒരുവിധം പണികളും അടിച്ചുവെട്ടും തിരക്കലൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ. അതൊന്നും പിന്നെ ഞാൻ വീഡിയോയിൽ കാണിച്ചില്ല. തിരക്കുടിച്ചത് പെരുന്നാളിനൊരു തിരക്കുടിച്ച പണിയാണ്. അതിൻ്റെ ഇടയിലെടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ മാറ്റിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ന്യൂവിന് മേക്കപ്പ് ചെയ്യണമെന്നാണ്. കാരണം ഞാൻ ഓളെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. അങ്ങനെ കഴിഞ്ഞ് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ മാറ്റി. അപ്പോഴത്തേനും താത്താരൊക്കെ വന്ന് നമുക്ക് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് താത്താരൊക്കെ വന്നിരുന്ന്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് അവർക്കൊക്കെ ഞാൻ വെള്ളം കൊടുത്ത്. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ഞങ്ങൾ ഓരോന്ന് പറഞ്ഞ് ഇതാക്കുകയാണ് കേട്ടോ. ഓരോന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് ഫോട്ടോ എടുക്കലും അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടിയുള്ള ഫോട്ടോ എടുക്കാൻ പോയി. അത് അപ്പോഴത്തേന് ബിരിയാണിയൊക്കെ ഞങ്ങൾ വെച്ചിട്ടില്ല കേട്ടോ, ഏൽപ്പിച്ചിട്ടാണ്. അപ്പോൾ അത് കൊണ്ടുവന്നിക്കാണ്ട് അത് കുഞ്ഞിപ്പിയും അനും കൂടി പോയി കൊണ്ടുവന്ന്. അപ്പോൾ അത് കൊണ്ടുവന്ന് ഒക്കെ വിളമ്പി ചിക്കനൊക്കെ പാത്രത്തിലാക്കി എല്ലാവരും കഴിച്ചു. എങ്ങനെയുണ്ട് ഫുഡ്? സോറി, ഇല്ല മോനെ. ചിക്കൻ പൊരിച്ചാണ്ടേ പോയതാ. കഴിഞ്ഞ പ്രാവശ്യം കുട്ടി മോനെ ഇങ്ങനെ അറിഞ്ഞത് ഇത് പറക്കുന്നത്. അടുക്കളക്കൂടെ പുതിയാക്കൾക്ക് തന്നെ എടുക്കാൻ അപ്പൊ പിന്നെ വാങ്ങിട്ടില്ല.
ഷാന കുടിച്ചാ കുടിച്ചോ സൂപ്പറാ ഇല്ലെങ്കിലും ചാന പറയുള്ളൂ ഗൈസ് അഞ്ചു വന്നു ഗൈസ് ഞാൻ കിട്ടു വരൂടെന്ന് വെച്ചെന്തിനെ സങ്കടപ്പെടുന്നത് എല്ലാവരും വരലും പോവലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാനിതാ എൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇമ്മൊക്കെ വന്ന് രാവിലെ വന്ന് പോയിന്. എന്താണ് കുട്ടികളൊക്കെ വന്ന് പോയിരുന്നേ. അപ്പം പിന്നെ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ പിന്നെ ഞാൻ വീട്ടിൽ പോയി. പെരയിലെത്തിയപ്പോൾ അവിടെ ശരിക്കും എന്താണ് രണ്ടാം പെരുന്നാൾ. അപ്പോൾ അന്ന് സാദാ ചോറും എന്താണ് കർമ്മസക്കരയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളായിരുന്നു. ഇത്ര തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ